നമസ്സർവേഭ്യഃ. മനുഷ്യജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും സംശയങ്ങൾക്കും ഉത്തരമേകുന്ന മഹത്തായ ഗ്രന്ഥമാണല്ലോ ശ്രീമദ് ഭഗവത്ഗീത. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഈ ഉപദേശം കേവലം ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് ജീവിത വിജയത്തിനുള്ള ഒരു വഴികാട്ടിയാണ്. നമ്മൾ ഇന്ന് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗം ആരംഭിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അർജുനന്റെ ഉള്ളിലുണ്ടായ വിഷാദം അഥവാ അമിതമായ ദുഃഖമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സ്വന്തം ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്ത് കണ്ടപ്പോൾ അർജുനൻ മാനസികമായി തളരുകയും അമ്പും വില്ലും താഴെ വെച്ച് തനിക്ക് ഈ യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. എന്തുകൊണ്ടാണ് ഒരു വലിയ വീരനായ അർജുനന് ഇങ്ങനെ സംഭവിച്ചത്? ആ വിഷാദത്തിൽ നിന്ന് അർജുനൻ എങ്ങനെ പുറത്തു വന്നു? ഈ പാഠങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ എങ്ങനെ സഹായിക്കും? നമുക്ക് നോക്കാം ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ പ്രഥമോऽധ്യായഃ അർജുന വിഷാദയോഗഃ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇനി നമുക്ക് ഓരോ വരിയുടെയും അർത്ഥം നോക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ. ധർമ്മക്ഷേത്രേ ധർമ്മഭൂമിയിൽ, കുരുക്ഷേത്രേ കുരുക്ഷേത്രത്തിൽ, സമവേതാഹ ഒത്തുചേർന്നവർ, യുയുത്സവഃ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. രണ്ടാമത്തെ വരിയില് ഓരോ പദങ്ങളുടെയും അർത്ഥം നോക്കാം. മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. മാമകാഹ എന്റെ ആളുകൾ, അതായത് എന്റെ മക്കൾ, പാണ്ഡവാഹ പാണ്ഡുവിന്റെ പുത്രന്മാർ, ച ഏവ തന്നെ, കിം എന്ത്, അകുർവത ചെയ്തു, സഞ്ജയ ഹേ സഞ്ജയ. ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ഹേ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി ഒത്തുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രന്മാരും അവിടെ എന്തു ചെയ്തു? ഉപരിപ്ലവമായി നോക്കിയാൽ ഇതൊരു രാജാവിന്റെ ചോദ്യം മാത്രമാണ്. എന്നാൽ അല്പം ആഴത്തിൽ ചിന്തിച്ചാൽ ഈ ശ്ലോകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. നമ്മുടെ ശരീരമാണ് ധർമ്മക്ഷേത്രം, നമ്മുടെ മനസ്സാകട്ടെ ഒരു യുദ്ധഭൂമിയും, അതായത് കുരുക്ഷേത്രം. ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ 2 തരം ചിന്തകൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ധൃതരാഷ്ട്രരുടെ മക്കളെ പോലെ അഹങ്കാരവും സ്വാർത്ഥതയും നിറഞ്ഞ നെഗറ്റീവ് ചിന്തകൾ ഒരു വശത്ത്, പാണ്ഡവരെ പോലെ സ്നേഹവും സത്യവും നിറഞ്ഞ പോസിറ്റീവ് ചിന്തകൾ മറുവശത്ത്. ധൃതരാഷ്ട്ര ചോദിച്ചതുപോലെ അവർ അവിടെ എന്തു ചെയ്തു എന്ന് നാം സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ധർമ്മം മുറുകെ പിടിക്കാൻ ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശരിയായ ധർമ്മം തിരിച്ചറിയാൻ ഈ ഒരു ചോദ്യം നമ്മെ സഹായിക്കും. ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ തളരാതെ മുന്നേറാൻ ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളുടെ തുടക്കമാണിത്. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ
समवेतायुयुत्सवः मामकाः पाण्डवाश्चैव किमकुर्वत सञ्जय धृतराष्ट्र उवाच धर्मक्षेत्रे कुरुक्षेत्रे समवेतायुयुत्सवः मामकाः पाण्डवाश्चैव किमकुर्वत സഞ്ജയ. അടുത്ത വീഡിയോയിൽ സഞ്ജയന്റെ മറുപടിയുമായി നമുക്ക് കാണാം. ധന്യവാദः.